ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈ നോയമ്പ് കാലം ഫലപ്രദമായിട്ട് ഉപയോഗിക്കുവാൻ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകാറുണ്ട്. കൂടാതെ എൻ്റെ ജോലികൾ ഏറ്റവും തീഷ്ണതയോടെയും ഫലപ്രദമായി ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളോ? നമ്മളുടെ പ്രിയപ്പെട്ട CML കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കേൾക്കാം. ഞാൻ നോമ്പിനോടനുബന്ധിച്ച് ഇറച്ചി മീൻ ഉപേക്ഷിക്കുകയും പള്ളിയിൽ പോകാൻ തുടങ്ങി. ഈ നോയമ്പ് കാലത്ത് 50 ദിവസം പള്ളിയിൽ പോവുകയും ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കുകയും ഞാൻ ചെയ്യുന്നു. ഞാൻ നോമ്പിനോടനുബന്ധിച്ച് അടുപ്പിച്ച് കുമ്പസാരിക്കാറുമുണ്ട്. കൂടെ എല്ലാ ദിവസവും പള്ളിയിലും പോകാറുണ്ട്. നോമ്പിനോടനുബന്ധിച്ച് ഞാൻ എൻ്റെ ഫോൺ ഉപയോഗം കുറച്ചു. നോമ്പിനോടനുബന്ധിച്ച് ഒരു നേരം ഉപവസിക്കാറുണ്ട്. ഞാൻ നോമ്പിനോടനുബന്ധിച്ച് വീട്ടുകാർ പറയുന്ന കാര്യങ്ങളും വീട്ടുകാരെ ബഹുമാനിക്കാനും തുടങ്ങുന്നു. ഞാൻ നോമ്പിനോടനുബന്ധിച്ച് ഫോണിൻ്റെ ഉപയോഗം കുറച്ചു. ഈ 50 ദിവസം പള്ളിയിൽ പോകുന്നതിൽ കൂടെ പ്രാർത്ഥനയിൽ ചെലവഴിക്കാനും വീട്ടുകാര്യങ്ങളെ സഹായിക്കാനും പറ്റുന്നു. നോമ്പ് കാലത്തോടനുബന്ധിച്ച് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ വരാനും കൊയറിൽ സഹായിക്കാനും തുടങ്ങി. നോമ്പിനോടനുബന്ധിച്ച് എല്ലാ ദിവസവും പള്ളിയിൽ വരാനും കുർബാന സ്വീകരിക്കാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും അതുപോലെ തന്നെ ദൈവവചനം മുടക്കമില്ലാതെ എല്ലാ ദിവസവും വായിച്ചു പഠിക്കുവാനും ശ്രമിക്കാറുണ്ട്. അനുതാപത്തിന്റെ ഈ നാളുകളിൽ നമുക്ക് ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുക്കുവാനായി ലഭിച്ചിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥനയിലൂടെ, അതുപോലെ ദൈവത്തോട് ഏറ്റവും അടുത്ത് പേഴ്സണൽ പ്രയറിലൂടെ, അതുപോലെ ഭക്ഷണങ്ങളിലുള്ള നമ്മുടെ നോയമ്പുകളിലൂടെ ഈശോയെ കൂടുതൽ അറിയുവാനായി ഈ കാലഘട്ടം ഉപയോഗിക്കാം. ഞാൻ അതിനായിട്ടാണ് ഈ നോമ്പുകാലം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നമുക്കറിയാം, ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ വിശുദ്ധരാകുക. ആ വിശുദ്ധിയിൽ സഭയിൽ, സമൂഹത്തിൽ തമ്പുരാനെ മഹത്വപ്പെടുത്തുവാൻ കൃപയുണ്ടാകട്ടെ. എല്ലാവർക്കും ഈ ഒരു അനുഭവം ഒരു ദൈവാനുഗ്രഹത്തിന്റെ നാളുകളായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ജയ് മിഷലി.